പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റ് എക്സാമിന് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ 150 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ആലോചിക്കുക, ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ് കാണാം. സൈക്കോളജിയിലെയും മലയാളത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഈ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യണം, നമുക്ക് കേറ്ററ്റ് സെറ്റ് ആക്കി എടുക്കണം. അതോടൊപ്പം അക്ലോറയിൽ കേറ്ററ്റിന്റെ ക്രാഷ് ബാച്ച് നടക്കുന്നുണ്ട്. അപ്പോ ഈ നമുക്കറിയാം വളരെ ചുരുങ്ങിയ ദിവസമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോ ആ ഒരു ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാം. അതേപോലെ തന്നെ അവിടെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ എന്താ ചെയ്യുന്നത്, ആ ക്രാഷ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. 150 ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൽ 66ാമത്തെ ചോദ്യമാണ് ഇവിടെ തിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം, നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കാം. ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ എഴുതുമ്പോൾ സ്പെല്ലിങ്ങിൽ സ്ഥിരമായ തെറ്റുണ്ട്. അത് ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ സ്പെല്ലിംഗ് സ്ഥിരമായിട്ട് തെറ്റ് വരുന്നുണ്ട്. എന്നാൽ ക്ലാസ് ഡിസ്കഷനിൽ അവൻ സജീവമാണ്. ഈ കുട്ടിക്ക് ഏത് വിധത്തിലുള്ള പ്രശ്നം കാണാം? അതായത് ഒരു കുട്ടി ഡിക്റ്റേഷൻ എഴുതുമ്പോൾ എന്താണ്, സ്പെല്ലിംഗ് സ്ഥിരമായിട്ട് തെറ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ് ചർച്ചകളിലൊക്കെ ആൾ വളരെ ആക്റ്റീവാണ്. ഏതാണ് കുട്ടിക്കുള്ളത്? ഇമോഷണൽ ഡിസോർഡർ ആണോ, അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ആണോ, ലേണിംഗ് ഡിസബിലിറ്റി ആണോ, ബിഹേവിയറൽ ഇഷ്യൂ ആണോ? അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ സംഭവം മനസ്സിലാകും. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, എല്ലാ ചോദ്യങ്ങളിലും പ്രത്യേകിച്ച് സൈക്കോളജി കാര്യം പറയുന്നത്, ആൻസറിലേക്ക് എത്തുന്ന ഒരു കീ പോയിന്റ് എന്തായാലും ഉണ്ടാവും. ഡിക്റ്റേഷൻ എഴുതുമ്പോൾ അല്ലെ, കുട്ടിക്ക് സ്പെല്ലിംഗ് സ്ഥിരമായിട്ട് സംഭവിക്കണത്, നോർമലായിട്ട് സംഭവിക്കലല്ല, സ്ഥിരമായിട്ട് കുട്ടി ഇങ്ങനെ മാറി തെറ്റിയൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഇതേതാണ്? കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ, നിങ്ങൾ എന്താണ് ആൻസർ പറഞ്ഞത് എനിക്ക് കേൾക്കാം. കറക്റ്റ് ആൻസർ ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കുട്ടിക്ക് ശരിയായ രീതിയിൽ വൃത്തങ്ങളും രൂപങ്ങളും വരയ്ക്കാൻ കഴിയുന്നില്ല. എഴുത്തിൽ കോർഡിനേഷൻ കുറവാണ്. ഇത് ഏത് വൈകല്യത്തിന്റെ ഉദാഹരണമാണ്? നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഏത് കാറ്റഗറി ആയിരുന്നാലും ഒരു ചോദ്യം വരാറുണ്ട് കേട്ടോ. പലർക്കും ഡൗട്ട് ഉണ്ട്, ഇത് ഏത് കാറ്റഗറിക്ക് ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. എല്ലാ കാറ്റഗറികൾക്കും ഉപയോഗപ്പെടുത്തുക. കുട്ടികൾക്ക് ഭയങ്കര സംശയം, ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും. കാരണം സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ്. ഏകദേശം ഓരോ ടോപ്പിക്ക് തന്നെയാണ് വരുന്നത്. ചില കാറ്റഗറിയിൽ കുറച്ചധികം മാറ്റങ്ങളുണ്ട്, കുറച്ചധികം അങ്ങോട്ട് മാറ്റങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, കുട്ടിക്ക് ശരിയായ രീതിയിൽ വൃത്തങ്ങൾ രൂപം വരയ്ക്കാൻ കഴിയുന്നില്ല അല്ലേ. കാരണം കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവന് പറ്റുന്നില്ല. ചലനത്തെ ഇതാക്കാൻ പറ്റുന്നില്ല, മൂവ്മെന്റ്സിനെ ഇതാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് വൈകല്യത്തിന് ഉദാഹരണമാണ്? ഡിസ്ലെക്സിയ ആണോ, ഡിസ്പ്രാക്സിയ ആണോ, ഡിസ്കാലിക്കുലി ആണോ, ADHD ആണോ? ആൻസർ നിങ്ങൾ പറഞ്ഞു. കറക്റ്റ് ആൻസർ ഡിസ്പ്രാക്സിയ ആണ് അല്ലെ. മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട്, ചലനവുമായി ബന്ധപ്പെട്ട് വരുന്ന പഠന വൈകല്യം. ഇപ്പൊ നമ്മൾ കളർ ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് പ്രോപ്പർ ആയ പ്ലേസിലേക്ക് ഇതാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ലൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം നമുക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ കൃത്യമായിട്ട് അതിനകത്ത് ഇങ്ങനെ ഇതാക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നു. ഓക്കെ, ആ മൂവ്മെന്റ്സിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് എന്താണ്? ഇതാണ് ഈ പറഞ്ഞ ഡിസ്പ്രാക്സിയക്ക് ഉദാഹരണമാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീഡിങ്ങുമായി ബന്ധപ്പെട്ടതും ഡിസ്കാലിക്കുലിയ മാത്സുമായി ബന്ധപ്പെട്ടതുമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്ത് ചെയ്യുക, നല്ല മനസ്സോടുകൂടി നമ്മൾ ആ ചോദ്യം, വലിയ ചോദ്യങ്ങളെ നമ്മൾ നേരിടാൻ ശീലിക്കണം. വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കുന്നത് അല്ലെ. നമുക്ക് മനസ്സിലായി, അവിടെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കീ പോയിന്റ് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, സൈക്കോളജിയുടെ എല്ലാത്തരം വലിയ ചോദ്യങ്ങൾക്കുള്ളിൽ ആൻസറിലേക്ക് എത്താനുള്ള ഒരു കീ പോയിന്റ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് തിരിക്കുന്നത്. അവിടെ എന്താണ് ആ ഗ്രൂപ്പിൽ പ്രത്യേകം സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും പങ്കുവയ്ക്കാനുമുള്ള എന്തുണ്ട്, കഴിവുണ്ട്, അല്ലെങ്കിൽ അതിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ടീച്ചർ. എങ്കിൽ ഇത് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾ വികസിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെർബൽ ഇന്റലിജൻസ് ആണോ, അതുപോലെ തന്നെ ശാരീരിക ചലനപരമായ ബുദ്ധിയാണോ, ആന്തരിക വൈയക്തിക ബുദ്ധിയാണോ, വ്യക്തിയാന്തര ബുദ്ധിയാണോ?
ഇന്റലിജൻസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റലിജൻസ് തിയറിയിൽ ഒത്തിരി ഉണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് ആരുടേതാണ്? ഹവാർഡ് ഗാർണറുടേതാണ്. നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. തിയറികളും അതിന്റെ ആളുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതിന്റെ കോഡ് ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്, അത് പോയി കാണാൻ നിങ്ങൾ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വേറൊരാളുമായി ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യം. എങ്കിൽ നമുക്കറിയാം അത് ഏതാണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കഴിവുകളെ തിരിച്ചറിയില്ല, സ്വന്തം കഴിവുകളെ കുറവോ സ്വന്തത്തെ കുറിച്ച് തിരിച്ചറിയുന്നതാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. വേറൊരാളിലേക്ക് വരുമ്പോൾ ഇന്റർപേഴ്സണൽ ആണ് പറയുന്നത്. പിന്നെ ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം നന്നായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഡാൻസ്, ആക്ടിങ്, ഇതുപോലുള്ള ആളുകൾക്കൊക്കെ അവർക്ക് എന്താണ് ഉള്ളത്? ബോഡിയിൽ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ വെർബൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വാചിക ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, വാക്കൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാനൊക്കെ കഴിയാം, സംസാരിക്കാനൊക്കെ കഴിയാം കേട്ടോ. ഓക്കെ, സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു സിറ്റുവേഷന് വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ് മനസ്സിലാക്കി. ചില ആളുകൾക്ക് ഉണ്ടല്ലോ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല കഴിവായിരിക്കും. ഓക്കെ, ചില ആളുകൾക്ക് ആ കഴിവുണ്ടാവില്ല, പക്ഷെ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയായിരിക്കും, പക്ഷെ വേറൊരാളിലേക്ക് അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ലാംഗ്വേജിൽ എന്തായിരിക്കും? പക്കയായിരിക്കും. ഇനി നല്ല ആൺകുട്ടി നല്ല പെൺകുട്ടി എന്ന് പറയിക്കാനുള്ള ശ്രമം നൈതിക വികാസത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ഈ ആശയം ഉന്നയിച്ചത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നല്ല കുട്ടി, നല്ല ആൺകുട്ടി, നല്ല പെൺകുട്ടി, ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇത് ആരുടെ തിയറി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആരുടേതാണ്? എറിക്സൺ ആണോ, സ്കിന്നർ ആണോ, പിയാഷെ ആണോ, കോൾബർഗർ ആണോ? അറിയായിരിക്കും നിങ്ങൾക്ക് അല്ലെ. ഇവിടെ ഒരു സംഭവം പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ തിയറിയുടെ പേര് പറയാം, മോറൽ ഡെവലപ്മെന്റ് ആരുമായി കണക്ട് ചെയ്യുന്നത് പറയാം. പക്ഷെ അങ്ങനെ പറയാതെ കുറച്ചൊരു ഉള്ളിലേക്ക് കടന്നു ചെന്ന് നല്ല ആൺകുട്ടി നല്ല പെൺകുട്ടി എന്ന് പറയിക്കാനുള്ള ശ്രമം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് തുടങ്ങിയിട്ടാണ് വരുന്നത് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അറിയാം കോൾബർഗിന്റെ തിയറിയാണ് അല്ലെ. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിന്റെ 3 തലങ്ങൾ പറയുന്നത്, 3 ലെവൽസ് പറയുന്നുണ്ട്. പ്രീ കൺവെൻഷണൽ ലെവൽ, അതുപോലെ കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അതിനകത്ത് തന്നെ കൺവെൻഷണൽ ലെവലിലാണ് എന്ത് വരുന്നത്? ഗുഡ് ബോയ് ഗുഡ് ഗേൾ. അപ്പോൾ ഈ ഓരോന്നിലും 2 വേറെ വരുന്നുണ്ട് കേട്ടോ. ഈ പ്രീ കൺവെൻഷണൽ ആണെങ്കിൽ 2 സ്റ്റേജ് വരുന്നുണ്ട്, അതുപോലെ കൺവെൻഷൻ ലെവലിലും എന്ത് 2 സ്റ്റേജ് വരുന്നുണ്ട്, പിന്നെ പോസ്റ്റ് കൺവെൻഷൻ ലെവലിലും 2 സ്റ്റേജ് വരുന്നുണ്ട്. ടോട്ടൽ 6 സ്റ്റേജുകളും 3 ലെവലുകളുമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഏജുകളും. ഇപ്പൊ കോൾബർഗിന്റെ തിയറി കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. ആ ഏജ് പഠിച്ചു വെക്കണം. ഈ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് ഉള്ളിൽ വരുന്ന നല്ല കുട്ടി, ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഏത് ലെവലിലാണ്? അങ്ങനെയും ചോദിക്കാം. ഇവിടെ തിയറിയുടെ പേരാണ് അല്ലെങ്കിൽ ആരുടെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചു, പക്ഷെ അത് ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് എന്ന് കൂടി എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പൊ അത് പഠിച്ചിട്ട് പോവാം കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ് ആയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ +2 പരീക്ഷയിൽ കേട്ടോ, +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്നത്തെ കാലത്ത് +2 ഒന്നും തോറ്റ് അപ്പൊ എന്നിട്ട് പറയണേ ഇന്നത്തെ കാലത്ത് +2 ഒന്നും പഠിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു വരുന്നത് ഐഡന്റിഫിക്കേഷൻ ആണോ, പ്രൊജക്ഷൻ ആണോ, റാഷണലൈസേഷൻ ആണോ, റിപ്രഷൻ ആണോ? ചില ആൾക്ക് മലയാളം പറയുമ്പോൾ മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അല്ലെ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ 3 ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ടേംസുകളൊക്കെ നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും ടേംസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് നോക്കാം? കറക്റ്റ് ആൻസർ റാഷണലൈസേഷൻ ആണ് അല്ലെ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ സംഭവത്തെ ന്യായീകരിക്കുകയാണ്. അല്ലെങ്കിൽ നന്നായി അത് ഇതാക്കാതിരുന്നത് നന്നായി, പാസ്സാക്കാതിരുന്നത് നന്നായി, പോകാതിരുന്നത് നന്നായി, ഇവനെ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ഇവനത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവനക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ കേവലം എന്താണ് ഒരു ന്യായീകരിച്ച് ഇങ്ങനെ പറയുകയാണ്. മനസ്സിലാവണ്ട? +2 പഠിച്ചില്ല, പരാജിതനായി, +2 ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്ന ആ ഒരു സിറ്റുവേഷൻ ന്യായീകരിച്ചു കൊണ്ട് പറയുക. അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് കിട്ടാത്തൊരു സംഭവം വേറൊരാൾക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് ആഹ്ലാദം കാണുക. അതായത് നമ്മുടെ
ഒരു ഐഡന്റിറ്റി വേറൊരാളുമായിട്ട് ഇമാജിനേറ്റ് ചെയ്ത് നമുക്ക് സങ്കല്പിക്കാം. അതാണ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാകണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്കതാക്കാൻ സാധിച്ചില്ല. പക്ഷെ വേറൊരു ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ഒരുപാട് സന്തോഷം തോന്നും അല്ലെ? നമ്മളായതുപോലെ ഒരു ഫീലിംഗ് വരും. ഉദാഹരണമായിട്ട് ഒരു ക്രിക്കറ്റ് കളിയിൽ സച്ചിൻ സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ നമ്മളാണ് ഇവിടെ കിടന്ന് ആഹ്ലാദിക്കുന്നത് അല്ലെ? അപ്പോൾ ആ ഒരു സന്തോഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രകടമാക്കുകയാണ്. തനിക്ക് പറ്റാത്തൊരു കാര്യം വേറൊരാളൊക്കെ കാണുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ആ സന്തോഷത്തിൽ സംതൃപ്തി അടയുന്നു. അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്വന്തം കുറവുകൾ വേറെ കുറ്റപ്പെടുത്തി പറയുക. ഇവിടെ തന്നെ നമുക്ക് നോക്കാം, +2 പരീക്ഷ തോറ്റത് എന്താണ്, അധ്യാപകരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് പ്രൊജക്ഷന് ഉദാഹരണമാണ്. ഓക്കെ, റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ചുകൊണ്ട് പറയുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഈ പ്രൊജക്ഷൻ റാഷണലൈസേഷനും എന്താണ്, ഒരു അമ്മ പെറ്റ മക്കളായിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ വരാറുണ്ട്. ചില സമയത്ത് ഇതേപോലെ പറഞ്ഞിട്ട് ചിലപ്പോൾ റാഷണലൈസേഷൻ അവിടെ ഇല്ല എങ്കിൽ, പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ പ്രൊജക്ഷൻ ആണ് എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ കൊണ്ടുവരിക. പക്ഷെ വ്യത്യാസമുണ്ട്. പ്രൊജക്ഷൻ ഒരാളെ എന്താണ് തന്റെ കുറവ് വേറൊരാളിലേക്ക് ആരോപിച്ചുകൊണ്ട് പറയലാണ്. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവത്തെ, പരാജയപ്പെട്ട സംഭവത്തിൽ തന്റെ കുറവിനെ ന്യായീകരിച്ചുകൊണ്ട് പറയണം. മറ്റേ ന്യായീകരിക്കുക, മറ്റേ കുറ്റപ്പെടുത്തി പറയുക. റിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക സംഘർഷങ്ങളെ എന്ത് ചെയ്യുക, അബോധ മനസ്സിലേക്ക് തള്ളിവിടുക. ആരോടും പറയാണ്ടൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, തള്ളിവിടുന്നു, അവിടെ വെക്കുന്നു, മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കും എന്നൊക്കെ പറയില്ലേ, അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ റാഷണലൈസേഷൻ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 ആപ്പിളിനോട് 2 ആപ്പിളുകൾ ചേർന്നാൽ ആകെ 5 ആപ്പിളുകൾ കിട്ടും. അല്ലെങ്കിൽ വലിയ ചോദ്യങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലേ? ഒരു പ്രശ്നമല്ല, വളരെ സിമ്പിൾ ആണ്. 3 ആപ്പിളിനോട് 2 ആപ്പിൾ ചേർത്താൽ 5 ആപ്പിൾ കിട്ടും. അങ്ങനെയായാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിളുകൾ മാറ്റിയാൽ ബാക്കി എത്ര ഉണ്ടാകും എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് പറയാൻ സാധിച്ചില്ല. ഉത്തരം പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് കേട്ടാ? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഇത്ര മതി. ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഓക്കെ, ഇവിടെ ഉത്തരം ഇങ്ങോട്ട് കയറി വന്നാണ് കേട്ടോ. ഉത്തരം പറയാൻ സാധിച്ചില്ല. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ആൻസർ പറഞ്ഞോളൂ. ലാഗ് ഓഫ് റിവേഴ്സിബിലിറ്റി, പ്രസൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി, ലാഗ് ഓഫ് ഒബ്ജക്ട് പെർമനൻസ്, ലാഗ് ഓഫ് സീരിയേഷൻ. അതായത് 3ഉം 2ഉം എന്ന് പറഞ്ഞപ്പോൾ 5 എന്ന് പറയാൻ സാധിച്ചു കുട്ടിക്ക്. പക്ഷേ 5ൽ നിന്നും 2 മാറ്റിയാൽ എത്രയാണെന്ന് കുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല. അതിനെന്താ പറയാ, എന്താണ് എന്റെ കുറവ് അല്ലെ? റിവേഴ്സിബിലിറ്റി അല്ലെ? ലാഗ് ഓഫ് റിവേഴ്സിബിലിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം കുട്ടിക്ക് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ പറയാൻ പറ്റണം. അപ്പോ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം കുട്ടിക്കുണ്ട്. അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, പിയാഷെയുടെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന സംഭവം വരുന്നത്. അതായത് ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു കാര്യം തിരിച്ചു ചോദിച്ചാലും മറിച്ചു ചോദിച്ചാലും കുട്ടിക്ക് അത് പറയാൻ സാധിക്കണം. ഓക്കെ, പറയാൻ പറ്റില്ലെങ്കിൽ അതാണ് അതിന്റെ ലാഗാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു എബിലിറ്റി കുട്ടിക്കില്ല, അത് എത്തിയിട്ടില്ല. മനസ്സിലാവണ്ട, ഒരു വശം മാത്രമേ കുട്ടിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും കുട്ടി ഏതാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്ന് പറയാം, ആ കഴിവില്ലാത്തത് കൊണ്ട്. നേരെ മറിച്ച് 2ഉം ഇങ്ങനെ ചോദിച്ചാൽ 2ഉം കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടി നിൽക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ആ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന കുറെ കഴിവുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. കൺസർവേഷൻ, അതുപോലെ തന്നെ സീരിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക കേട്ടോ. കുട്ടികൾ ആ ടൈമിൽ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് കൂടി പിയാഷെ വളരെ വ്യക്തമായിട്ട് ആ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കേട്ടോ. ഇവിടെ എ ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്തത്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തന്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ് അല്ലെ? നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പറഞ്ഞപ്പോൾ അവിടെ 2 തരം 5 സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ വന്നിട്ടുള്ള ഒന്നാണ് എന്താണ്, ആൺകുട്ടിക്ക് അമ്മയോട് തോന്നിയിട്ടുള്ള തീവ്ര വികാരത്തിന് എന്താ പറയാ, ഈഡിപ്പസ് കോംപ്ലക്സ് ആണോ, ഇലക്ട്ര കോംപ്ലക്സ് ആണോ, സൈക്കോ സെക്സ്വൽ ഡെവലപ്മെന്റ് ആണോ, സൈക്കോ അനാലിസിസ് ആണോ? സൈക്കോ സെക്സ്വൽ ഡെവലപ്മെന്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ തിയറിയിൽ തന്നെ 5 സ്റ്റേജുകൾ പറയുന്നുണ്ട്. ആ 5 സ്റ്റേജിൽ വരുന്ന സംഭവമാണ് ഈ പറയുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇവിടെ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ആ ഒരു ഇഷ്ടത്തെയാണ് പറയുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്നതിന് ഇലക്ട്രാ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഇലക്ട്രാ കോംപ്ലക്സ് കേട്ടാ, ഒന്ന് കണക്ട് ചെയ്താൽ മതി. ECG ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്ര, ജി എന്ന് പറയുന്ന ഗേൾ അല്ലേ, ചില മാറിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ECG
കേട്ടോ. ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് പെൺകുട്ടിക്ക്, ജി ഗേൾ കേട്ടോ, ഗേളിനോട് ഓപ്പോസിറ്റ് അച്ഛനോട് തോന്നുന്നത്. അതുപോലെ തന്നെ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന സ്നേഹം, ആ വികാരം, അതിനെയാണ് എന്ത് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ ഡിസ്കഷൻ വരുന്ന ഒരു ഏരിയ ആണത് കേട്ടോ. ആ സ്റ്റേജുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതും ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും വരുന്ന സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കി പോവുക. ഇനി 73, രാഹുലിനെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു കാര്യം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പരിശീലിക്കുമ്പോൾ എളുപ്പമായി തീരുന്നു. ഇത് തോണ്ടേക്കിന്റെ ഏത് നിയമത്തിൽ ഉൾപ്പെടുന്നു? അതായത് ചോദ്യം ശരിക്കും മനസ്സിലാക്കുക. രാഹുലിന്റെ പ്രശ്നപരിഹാരം, ഒരു പ്രോബ്ലം സോൾവിങ് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം. പക്ഷെ വ്യത്യസ്ത സാഹചര്യങ്ങൾ സെയിം പ്രശ്നം വരുമ്പോൾ സിമ്പിൾ ആയിട്ട് മാറുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ഒരു സിറ്റുവേഷനിൽ നടന്നു എന്ന് വിചാരിക്കും. ഒരു കാര്യം നടന്നു, ഓക്കെ. പക്ഷെ നമുക്കതിന്റെ പ്രോബ്ലം അറിയില്ല. നമ്മൾ പല വഴികളും എന്ത് ചെയ്ത് നോക്കി, പറ്റുന്നില്ല. ഇതിപ്പോ ഒരു ഉദാഹരണം നമ്മൾ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കോഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ആ തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളുടെ തൊണ്ടയിൽ മുള്ളു കൊണ്ടു എന്ന് വിചാരിക്കുക, മുള്ളു കൊണ്ടു. അപ്പോൾ ഈ മുള്ളു കളയാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലെ, പല കാര്യങ്ങളും. ഇത് മുള്ളു പോകാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യും, സക്സസ് ആവും. ഓക്കെ, ഇത് ചെയ്തപ്പോൾ മുള്ളു പോയി, കുട്ടിക്ക് ആശ്വാസമായി. സോ ആദ്യം കുറെ പ്രയാസപ്പെട്ടു ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഇതേ സിറ്റുവേഷൻ 2 ആഴ്ച കഴിഞ്ഞ് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിലോ ഉടനെ എന്ത് ചെയ്യും, ഈ ഒരു സാഹചര്യം, ഈ ഒരു പ്രോബ്ലം സോൾവിങ് മാർഗം എന്ത് ചെയ്യും, അവിടെ ഉപയോഗിക്കും അല്ലെ. വീണ്ടും കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിറ്റുവേഷൻ വേറെ ആൾക്ക് തന്നെയാണെങ്കിലോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് ആദ്യം ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടായി, പക്ഷേ നമ്മളത് പലതവണ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് തോന്നുന്നുവെങ്കിൽ അതിന് ഏത് നിയമത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഏതാണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവോ? നോക്കാം. ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി എന്നുള്ളതാണ് പറയട്ടോ. അനലോഗി കേട്ടോ. ഈ അനലോഗി എന്ന് ഓർത്തു വെച്ചാൽ മതി. അനലോഗിയെ നമുക്ക് വേണമെങ്കിൽ ഒരു ആനയായി കണക്ട് ചെയ്യാം. അപ്പോ ആനയായ ഒരു പ്രശ്നം, ആനയായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രശ്നം ഉറുമ്പാക്കി മാറ്റുന്ന അവസ്ഥ, അങ്ങനെ ഓർത്തു വെക്കുക. ആനയായിട്ടുള്ള വലിയൊരു പ്രശ്നത്തെ ഉറുമ്പ് എന്ന് പറയുന്ന സിമ്പിൾ പ്രശ്നം സോൾവിങ്, പ്രശ്നപരിഹാരത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം, അതിനെയാണ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി എന്ന് പറയുന്നത്. അപ്പൊ ആനയായ ആദ്യത്തെ പ്രശ്നം നമ്മൾ ആ സെയിം പ്രോബ്ലം വ്യത്യസ്തങ്ങളായിട്ടുള്ള സിറ്റുവേഷനിൽ വന്നപ്പോൾ നമുക്കത് എന്താ പരിഹരിക്കാൻ സിമ്പിൾ ആയിട്ട് തീർന്നു, ഉറുമ്പായിട്ട് തീർന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് അത് കണക്ട് ചെയ്തിട്ട് ഓർക്കാൻ പറ്റും. അപ്പോൾ ഇത് തോണ്ടേക്കിൻ്റെതാണ്. ലോ ഓഫ് പൊളാരിറ്റി, റെഡിനെസ്, മൾട്ടിപ്പിൾ റെസ്പോൺസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുക. ഞാൻ പറയുന്നു, ക്രാഷ് ബാച്ചിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ മാക്സിമം നിങ്ങൾ കേട്ടിട്ടിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ദിവസങ്ങളല്ല നമ്മൾ പഠിക്കുന്ന എഫേർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും കേട്ടോ. അതല്ല നിങ്ങൾ ജസ്റ്റ് ചുമ്മാ കണ്ടുപോവുകയാണെങ്കിൽ എന്താണ് സാധിക്കില്ല. അത് ഇതിൽ നിന്നല്ല, ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഡേയ്സിന് മാക്സിമം എഫേർട്ട് എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പാസ്സാകും. സ്റ്റാർ ക്ലിക്ക് ഏത് വ്യക്തിത്വ മാപനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കുറെ വ്യക്തിത്വ മാപനങ്ങളുണ്ട്, പേഴ്സണാലിറ്റി അസസ്മെന്റ് ഉണ്ട്. അതിൽ സ്റ്റാർ ക്ലിക്ക് വരുന്നത് ഇതിനകത്താണ് വരുന്നത്. ഒബ്സർവേഷൻ, സോഷ്യോമെട്രി, അതുപോലെ തന്നെ ചിൽഡ്രൻ അപ്രിസിയേഷൻ ടെസ്റ്റ്, കേസ് സ്റ്റഡി കേട്ടോ. സ്റ്റാർ ക്ലിക്ക് വരുന്നത് സോഷ്യോമെട്രി ആണ് അല്ലെ. സോഷ്യോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സാമൂഹിക ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിത്വ മാപനമാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അതില് ഒരു ഗ്യാങ് ആയിട്ട് എടുക്കുന്ന ഒരു പരീക്ഷണമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ, ക്ലിക്ക്, ഐസൊലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന സോഷ്യോമെട്രി ആണ്. വ്യക്തിത്വ മാപനങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം, അതിന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇവിടെ സോഷ്യോമെട്രി ആണ്, സ്റ്റാർ, ക്ലിക്ക് എന്നിവ വരുന്നത് കേട്ടോ. ഇനി ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങളെ നേരിട്ട് മനസ്സിലാക്കി പ്രശ്നപരിഹാരം കണ്ടെത്തുന്ന രീതി ഏതാണ്? ഒരു വ്യക്തിയുടെ പ്രശ്നം നേരിട്ട് കണ്ടെത്തി അല്ലെ, നേരിട്ട് ഒബ്സർവ് ചെയ്തത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പെട്ടെന്നിട്ട് നമുക്ക് അങ്ങനെ കണ്ടെത്തി മനസ്സിലാക്കുന്ന രീതിക്ക് എന്താ പറയുന്നത്? ഒബ്സർവേഷൻ ആണോ, സോഷ്യോമെട്രി ആണോ, ക്യാറ്റ് ആണോ, കേസ് സ്റ്റഡി ആണോ? നേരിട്ട് മനസ്സിലാക്കുന്നത് അതേതാണ്? ഒബ്സർവേഷൻ ആണ്. കേസ് സ്റ്റഡി ആണോ? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. കുട്ടിയുടെ ഫാമിലി സ്റ്റാറ്റസ് എന്താണ്, അത് കുട്ടി വളർന്നിട്ടുള്ള സാഹചര്യം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടിയെ കുറിച്ച് ഒരു പ്രശ്നം ഒരു കുട്ടി വരുമ്പോൾ
നേരെ ആ കുട്ടിയുടെ സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുകയാണ്. അതിനാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഒരു കുട്ടിയുടെ ബിഹേവിയർ നേരിട്ട് നിരീക്ഷിച്ച് അവന്റെ വ്യവഹാരങ്ങൾ ഉദ്ദേശിക്കുന്ന അവന്റെ പെരുമാറ്റം അല്ലെ, ബിഹേവിയർ, അത് നേരിട്ട് നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിന് ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മറ്റേത് കേസ് സ്റ്റഡിയാണ്. രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 150 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടുപോകുക. മലയാളത്തിന്റെ കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് കൂടി അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.